എല്ലാവർക്കും കേരള അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇലക്ട്രിക് മെഷീൻസ് കണ്ടിന്യൂ ചെയ്യാണ്. അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ഇലക്ട്രിക്കൽ മെഷീൻസിന് നമ്മൾ ഇതുവരെ എത്ര ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിരിക്കുന്നത് ലാഗിങ് ലോഡിൻ്റെ വോൾട്ടേജ് റെഗുലേഷൻ ആയിരുന്നു. ആ നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ എന്തായിരുന്നു? വോൾട്ടേജ് വി അറ്റ് നോ ലോഡ് minus V at rated load divided by V at no load. ഇതായിരുന്നു അല്ലേ നമ്മുടെ ഇക്വേഷൻ വരുന്ന വോൾട്ടേജ് റെഗുലേഷൻ്റെ ഇൻറ്റു 100. നമ്മൾ ലാഗിങ് ലോഡിൻ്റെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ പി യു ഇൻറ്റു കോസ് 5 പ്ലസ് എക്സ് പി യു ഇൻറ്റു സൈൻ 5 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇക്വേഷൻ കൂടി നമ്മൾ ഡെറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇക്വേഷനാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡെറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ചൂടുണ്ട്. ഈ ഇക്വേഷൻസാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡെറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഒരു പർട്ടിക്കുലർ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ലോഡിൽ ഉണ്ടാകുന്ന ഒരു വോൾട്ടേജ് റെഗുലേഷനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഫുൾ ലോഡിലായിരിക്കും ഈ ഇക്വേഷൻസ്. ട്രാൻസ്ഫോമർ ഫുള്ളി ലോഡായിരിക്കുന്ന സമയത്തായിരിക്കും ആർ പി ഇൻറ്റു കോസ് 5 പ്ലസ് എക്സ് പി ഇൻറ്റു സൈൻ 5 എന്ന് പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ വരിക. ട്രാൻസ്ഫോമർ ഫോർ എക്സാമ്പിൾ ഹാഫ് ലോഡഡ് ആണെന്ന് വിചാരിക്കുക. ആ സമയത്ത് എന്തായിരിക്കും വരിക? ആ സമയത്ത് നമ്മൾ 0.5 ഇൻറ്റു ആർ പി യു കോസ് 5 പ്ലസ് എക്സ് പി യു സൈൻ 5 എന്നായിരിക്കും നമ്മൾ എഴുതുക. ഏതെങ്കിലും പർട്ടിക്കുലർ ലോഡിലാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ലോഡിൻ്റെ ഇൻറ്റു ആർ പി യു കോസ് 5 പ്ലസ് എക്സ് പി യു സൈൻ 5 ആണ് നമ്മൾ എഴുതുക. ഇനി ഫോർ എക്സാമ്പിൾ എക്സ് ലോഡിലാണെന്ന് വിചാരിക്കുക. അതായത് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ലോഡിലാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ഇൻറ്റു ആർ പി യു കോസ് 5 പ്ലസ് എക്സ് പി യു സൈൻ 5 എന്നായിരിക്കും നമ്മൾ ഇക്വേഷൻ എഴുതുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ പർട്ടിക്കുലർ ലോഡിനും നമ്മൾ എഴുതുക. അതായത് പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആർ പെർ യൂണിറ്റ് ഇൻറ്റു കോസ് 5 പ്ലസ് എക്സ് പെർ യൂണിറ്റ് ഇൻറ്റു സൈൻ 5 ആണ്. പ്ലസ് എന്ന് വരാൻ കാരണം ലാഗിങ് ലോഡാണ്. മൈനസ് വരുന്നിരിക്കുന്നത് ലീഡിങ് ലോഡിനായിരിക്കും. അത് ഞാൻ പറയാം. ഇനി ഏതെങ്കിലും പർട്ടിക്കുലർ ലോഡിനാണ് നമ്മൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ലോഡിൻ്റെ ആ ഫാക്ടർ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് എക്സ് ഇൻറ്റു ആർ പി യു കോസ് 5 പ്ലസ് എക്സ് പി ഇൻറ്റു സൈൻ 5 എന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഇതാണ് വോൾട്ടേജ് റെഗുലേഷൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ പറയുക, വോൾട്ടേജ് റെഗുലേഷൻ നമുക്ക് മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ ഏത് കണ്ടീഷനിലാണ് നമുക്ക് നോക്കാം. നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ എഫിഷ്യൻസിയുടെ കേസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാക്സിമം ആയിട്ടുള്ള എഫിഷ്യൻസി എപ്പോഴാണ് കിട്ടുക എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാക്സിമം ആയിട്ടുള്ള എഫിഷ്യൻസി നമുക്ക് ഒരു ഫുൾ ലോഡ് കോപ്പർ ലോസും നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ കോർ ലോസും ഈക്വൽ ആകുന്ന കണ്ടീഷനിലാണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് പകരം നമ്മളിവിടെ മാക്സിമം ആയിട്ടുള്ള വോൾട്ടേജ് റെഗുലേഷൻ എവിടെയാണെന്ന് കിട്ടാൻ നമുക്ക് നോക്കാം. മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ എപ്പോഴും നമുക്ക് ലാഗിങ് ലോഡിലാണ് കിട്ടുക. ലാഗിങ് ലോഡിലാണ് നമുക്ക് മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ കിട്ടുക. കാരണം നമുക്ക് നടുക്കിൽ പ്ലസ് സൈനാണ് നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ്റെ ഇക്വേഷൻ നമുക്ക് ലാഗിങ് ലോഡിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈമിൽ നമ്മൾ എഫിഷ്യൻസിയുടെ മാക്സിമം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഈക്വൽ ടു 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. അതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആ വോൾട്ടേജ് റെഗുലേഷനെ ഇക്വേറ്റ് ചെയ്യാണ്. ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തു 5 ആയിട്ട്, അതിനുശേഷം നമ്മൾ ഇക്വേറ്റ് ടു 0 ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വോൾട്ടേജ് റെഗുലേഷൻ ഇക്വേഷൻ എന്തായിരുന്നു? വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ പി യു കോസ് 5 പ്ലസ് എക്സ് പി യു സൈൻ 5 ആണ്. അപ്പോൾ ഈ ഇക്വേഷനാണ് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്. വിത്ത് റെസ്പെക്ട് ടു 5 ആയിട്ടാണ് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്, പവർ ഫാക്ടർ. അപ്പോൾ എന്ത് ചെയ്തു? ആർ പി യുവിനെ അങ്ങനെ തന്നെ വിത്ത് റെസ്പെക്ട് ടു 5 ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത വ്യത്യാസമില്ല. കോസ് 5 ഡിഫറൻഷ്യേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മൈനസ് സൈൻ 5 ആയിരിക്കും. പ്ലസ് എക്സ് പി യു അങ്ങനെ തന്നെ വരും. സൈൻ 5 ഡിഫറൻഷ്യേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കോസ് 5 ആയിരിക്കും വരിക. ഇത് ഞാൻ ഈക്വൽ ടു 0 കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കും? ഈ ആർ പി യുവിനെ ഞാൻ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി. അപ്പോൾ ആർ പി യു സൈൻ 5 ആർ പെർ യൂണിറ്റ് സൈൻ 5 പ്ലസ് ഇല്ല ഈക്വൽ ടു എക്സ് പെർ യൂണിറ്റ് കോസ് 5 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ആർ പെർ യൂണിറ്റ് സൈൻ 5 ഈസ് ഈക്വൽ ടു എക്സ് പെർ യൂണിറ്റ് കോസ് 5 എന്ന് പറഞ്ഞു. ഈ കോസ് 5 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആർ പെർ യൂണിറ്റ് ഞാൻ ആ സൈഡിലേക്ക് കൊണ്ടുപോയി. സൈൻ 5 ഡിവൈഡഡ് ബൈ കോസ് 5 ഈസ് ഈക്വൽ ടു എക്സ് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ആർ പെർ യൂണിറ്റ് എന്ന് വന്നു. ഓക്കെ, സൈൻ 5 ഡിവൈഡഡ് ബൈ കോസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ആർ പെർ യൂണിറ്റ് എന്ന് തന്നു. എന്താണ് ഈ സൈൻ 5 ഡിവൈഡഡ് ബൈ കോസ് 5? ദിസ് ഈസ് നത്തിങ് ബട്ട് ടാൻ 5 ആണ്. tan phi is equal to x per unit divided by
ആർ പെർ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ടാൻ ഫൈ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എൻ ആംഗിൾ അല്ലേ, നമ്മുടെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിളാണ് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതേ സെയിം ഫൈ തന്നെയാണ്, ഇത് നമ്മൾ ലോഡിൻ്റെ കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതേ സെയിം ഫൈ ആണ് നമ്മുടെ ഇമ്പിഡൻസ് ട്രയാങ്കിൾ വരയ്ക്കുമ്പോഴും കിട്ടുക. അതായത് നമ്മളൊരു ഇമ്പിഡൻസ് ട്രയാങ്കിൾ വരയ്ക്കുകയാണ് ആർ എൽ ലോഡിൻ്റെ, ആറ് എക്സ് എൽ സെഡ്, ഇതാണ് ഫൈ വരിക. അതായത് സെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആർ എൽ പ്ലസ് ജെ എക്സ് എൽ ആണെന്നറിയാം. നമ്മൾ ലാഗിങ് ലോഡിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലാഗിങ് ലോഡിൻ്റെ ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ആർ എൽ പ്ലസ് ജെ എക്സ് എൽ ആണെന്ന് അറിയാം. നമ്മൾ ഇതിൻ്റെ ടാൻ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ് എൽ ഡിവൈഡഡ് ബൈ ആർ എൽ ആണ് നമുക്കറിയാം അല്ലേ. ഇതിൽ ടാൻ ഫൈ നോക്കി, ടാൻ ഫൈ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്, എക്സ് എൽ ഡിവൈഡഡ് ബൈ ആർ എൽ. അപ്പോൾ അതേ ടാൻ ഫൈ തന്നെയാണ് ഇവിടെ വരുന്നത്. അതായത് നമ്മുടെ ലോഡിൻ്റെ ടാൻ ഫൈ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എഴുതാൻ പറ്റും എക്സ് എൽ ഡിവൈഡഡ് ബൈ ആർ എൽ ഈസ് ഈക്വൽ ടു എക്സ് ഇക്വലൻ്റ് ഓഫ് ട്രാൻസ്ഫോമർ ഡിവൈഡഡ് ബൈ ആർ ഇക്വലൻ്റ് ഓഫ് ട്രാൻസ്ഫോമർ. അപ്പോൾ ലോഡിൻ്റെ എക്സ് ഇമ്പിഡൻസ്, അതായത് ലോഡിൻ്റെ റിയാക്റ്റൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസും നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ റിയാക്റ്റൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസും ഈക്വൽ ആവുന്ന കണ്ടീഷൻസ്, ആ റേഷ്യോ ഈക്വൽ ആവുന്ന കണ്ടീഷനാണ് നമുക്ക് മാക്സിമം ആയിട്ടുള്ള എഫിഷ്യൻസി നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മാക്സിമം എഫിഷ്യൻസിയുടെ കണ്ടീഷൻ നമുക്ക് വരുന്നത്. ഇനി ലീഡിങ് ലോഡിൻ്റെ കേസിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും ഡെറിവേഷനിലേക്കും ഫേസർ ഡയഗ്രാം വരയ്ക്കാനും ഞാൻ പോകുന്നില്ല. ലീഡിങ് ലോഡിൻ്റെ ഒരു കേസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആർ പെർ യൂണിറ്റ് ഫേസർ ഡയഗ്രാം വരയ്ക്കുകയാണെന്നത് സിമ്പിളാണ്. ഫേസർ ഡയഗ്രാം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഫേസർ ഡയഗ്രാം എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീഡിങ് ലോഡിൻ്റെ കേസിൽ നമുക്കറിയാം കറണ്ട് എപ്പോഴും വോൾട്ടേജിനെ ലീഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക അല്ലേ. അപ്പോൾ കറണ്ട് എപ്പോഴും വോൾട്ടേജിനെ ലീഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുക, നമുക്കിവിടെ ഒരു റെഫറൻസ് വോൾട്ടേജ് ഇതാണെന്ന് വിചാരിക്കുക. കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതായിരിക്കും കറണ്ട് വരിക, ഐ എന്ന് പറയുക. ഈ ആംഗിൾ ആയിരിക്കും ഫൈ എന്ന് പറയുക. ഞാൻ പറഞ്ഞു ഐൻ്റെ ഫേസിൽ തന്നെ ആയിരിക്കും ഐ ആർ വരിക. അതായത് നമ്മുടെ ട്രാൻസ്ഫോമർ വരയ്ക്കുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ആർ ഇക്വലൻറ്റ്, ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ഇക്വലൻറ്റ്. ഇവിടെയാണ് നമ്മളൊരു ലീഡിങ് ആയിട്ടുള്ള ലോഡ് കൊടുത്തത്, ഇവിടെയാണ് നമ്മുടെ V1 വരിക, ഇവിടെയാണ് നമ്മുടെ ലോഡ് ഐ വരിക, ഇതാണ് നമ്മുടെ പ്ലസ് മൈനസ് V2 വരിക എന്ന് വരിക. അപ്പോൾ ഇത് ഞാൻ പ്ലസ് മൈനസ് V2 എന്ന് കൊടുത്തു, ഇത് ഐ എന്ന് കൊടുത്തു. ഐ എന്ന് പറഞ്ഞിരിക്കുന്നത് വോൾട്ടേജിനേക്കാളും ലീഡ് ചെയ്തിട്ടാണുള്ളത്, ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ലീഡ് ചെയ്തിട്ടാണുള്ളത്. ഇനി ഐ ആർ ഇക്വലൻറ്റിലേക്ക് പോകുമ്പോൾ, റെസിസ്റ്റൻസിലേക്കൂടെ പോകുമ്പോൾ കറണ്ടും വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഫേസിലായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, ഏതാണോ കറണ്ടിൻ്റെ ഫേസ് ആ ഫേസിൽ തന്നെയായിരിക്കും റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജും. പിന്നെ ഞാനത് V2 നിന്ന് ജോയിൻ ചെയ്തു, ഐ ഇൻറ്റു ആർ ഇക്വലൻ്റ് വന്നു. ഇനി ഈ കറണ്ടിന്, അതായത് നമ്മുടെ റിയാക്റ്റൻസിൽ ഉണ്ടായിരിക്കുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് 90 ഡിഗ്രി ലീഡിങ് ആയിരിക്കും വരിക. അപ്പോൾ 90 ഡിഗ്രി ലീഡിങ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും കറണ്ട് വരിക. അപ്പോൾ ഇത് തമ്മിൽ യോജിപ്പിക്കുന്നതാണ് നമ്മുടെ ടോട്ടൽ V1 എന്ന് പറയുക. ഇതായിരിക്കും ഐ ഇൻറ്റു എക്സ് ഇക്വലൻ്റ് വരിക. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ലീഡിങ് ലോഡിൻ്റെ ഒരു റിയാക്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഫേസർ ഡയഗ്രാം വരുന്നത്. ഇങ്ങനെയായിരിക്കും കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്തിട്ടായിരിക്കും കറണ്ട് വരിക. ആ കറണ്ടിൻ്റെ ഇൻ ഫേസ് ആയിരിക്കും നമ്മുടെ ആർ ഇക്വലൻറ്റിന് ഇൻറ്റു ഐ വരിക, വോൾട്ടേജ് വരിക. അതിൻ്റെ 90 ഡിഗ്രി ആയിരിക്കും ഐ ഇൻറ്റു എക്സ് ഇക്വലൻ്റ് വരിക. ഇതിൻ്റെ എല്ലാം വെക്റ്റർ സം ആയിരിക്കും നമ്മുടെ സപ്ലൈ ചെയ്യുന്ന ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, വോൾട്ടേജ് റെഗുലേഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആർ പെർ യൂണിറ്റ് ഇൻറ്റു കോസ് ഫൈ മൈനസ് എക്സ് പെർ യൂണിറ്റ് ഇൻറ്റു സൈൻ ഫൈ എന്നായിരിക്കും. ഓക്കെ, ഇനി ഏതെങ്കിലും പാർട്ടിക്കുലർ ലോഡിലാണെന്ന് വരിക, ഫോർ എക്സാമ്പിൾ ഒരു 75% ലോഡ് അല്ലെങ്കിൽ എക്സ് ലോഡിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് പി യു കോസ് ഫൈ മൈനസ് എക്സ് പി യു കോസ് ഫൈ അല്ല, എക്സ് ഇൻറ്റു ആർ പി യു കോസ് ഫൈ മൈനസ് എക്സ് പി യു സൈൻ ഫൈ എന്നായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരിക, ആർ പി യു. ഓക്കെ, അപ്പോൾ ലീഡിങ് ലോഡിൻ്റെ കേസിൽ മൈനസ് ആയിരിക്കും വരിക, ലാഗിങ് ലോഡിൻ്റെ കേസിൽ പ്ലസ് ആയിരിക്കും വരിക. ഈ രണ്ട് വ്യത്യാസം നമുക്ക് ലാഗിങ് ലോഡിലും ലീഡിങ് ലോഡിലും കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എഫിഷ്യൻസി എപ്പോഴാണെന്നാണ് ഒരു കേസാണ്. മാക്സിമം എഫിഷ്യൻസി അല്ല, മിനിമം, അതായത് 0 വോൾട്ടേജ് റെഗുലേഷൻ വരുന്ന ഒരു കാര്യം എപ്പോഴാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇത് ലാസ്റ്റായിട്ട് ഞാനെല്ലാം പറയാം. 0 വോൾട്ടേജ് റെഗുലേഷൻ വരുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 0 വോൾട്ടേജ് റെഗുലേഷൻ.
സീറോ വോൾട്ടേജ് റെഗുലേഷൻ വരുന്നത് ലീഡിങ് ലോഡിലാണ്. അതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്ന് മനസ്സിലായി സാധിച്ചു, ആർ പെർ യൂണിറ്റ് ഇൻറ്റു കോസ് ഫൈ മൈനസ് എക്സ് പെർ യൂണിറ്റ് ഇൻറ്റു സൈൻ ഫൈ എന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ ഈ ആർ പെർ യൂണിറ്റ് ഇൻറ്റു കോസ് ഫൈയും എക്സ് പെർ യൂണിറ്റ് ഇൻറ്റു സൈൻ ഫൈൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതേ മൈനസ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും അല്ലേ. 0 കിട്ടുന്ന കണ്ടീഷൻ അതാണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ആർ പെർ യൂണിറ്റ് കോസ് ഫൈ ഈസ് ഈക്വൽ ടു എക്സ് പെർ യൂണിറ്റ് സൈൻ ഫൈ ആണ് 0 വോൾട്ടേജ് റെഗുലേഷൻ കിട്ടാനുള്ള കണ്ടീഷൻ. ഇനി നമുക്ക് ഈ കോസ് ഫൈനെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകാം. ആർ പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ എക്സ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഫൈ ഡിവൈഡഡ് ബൈ കോസ് ഫൈ ആണ്. സൈൻ ഫൈ ഡിവൈഡ് ബൈ കോസ് ഫൈ ഇസ് നത്തിങ് ബട്ട് ടാൻ ഫൈ ആണ് വരിക. ടാൻ ഫൈ ഈസ് ഈക്വൽ ടു ആർ പി യു ഡിവൈഡഡ് ബൈ എക്സ് പി യു ആണ് വരിക. സോ ആർ പി യു ഡിവൈഡഡ് ബൈ എക്സ് പി യു ആണ് ടാൻ ഫൈ എന്ന് പറയുന്നത് വരിക. നേരത്തെ നമുക്ക് കിട്ടിയതായ കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ടാൻ ഫൈ ഈസ് ഈക്വൽ ടു എക്സ് പി യു ഡിവൈഡഡ് ബൈ ആർ പി യു ആയിരുന്നു. ഇവിടെ നമുക്ക് കിട്ടുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ ഫൈ ഈസ് ഈക്വൽ ടു ആർ പി യു ഡിവൈഡഡ് ബൈ എക്സ് പി യു ആണ്. ഇതിൻ്റെ നേരെ തിരിച്ചാണ് വരുന്നത്. അപ്പോൾ ആ രണ്ട് കണ്ടീഷൻസ് ആണ് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കണ്ടീഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാം, ഞാൻ ഈ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഫൈനൽ കൺക്ലൂഷൻ ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഫുള്ള് നമുക്ക് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് റെഗുലേഷൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. വോൾട്ടേജ് റെഗുലേഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു ആർ പി യു കോസ് ഫൈ പ്ലസ് മൈനസ് എക്സ് പി യു സൈൻ ഫൈ. ഇതാണ് ജനറൽ ആയിട്ടുള്ള ഫോർമുല. പ്ലസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലാഗിങ്ങിനും മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡിങ്ങിനുമാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ്റെ കണ്ടീഷൻ എന്താണ്? മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ. മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ എപ്പോഴാണ് സംഭവിക്കുക? ലാഗിങ് ലോഡിലാണ് സംഭവിക്കുക. ലാഗിങ് ലോഡിലാണ് സംഭവിക്കുക. കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് നത്തിങ് ബട്ട് ആർ ഇക്വലൻറ്റ് ഓഫ് ട്രാൻസ്ഫോമർ ഡിവൈഡഡ് ബൈ, സോറി ആർ ഇക്വലൻറ്റ് വേണ്ട, നമുക്ക് എക്സ് ഇക്വലൻ്റ് ആണ് നല്ലത്. എക്സ് ഇക്വലൻറ്റ് ഓഫ് ട്രാൻസ്ഫോമർ ഡിവൈഡഡ് ബൈ ആർ ഇക്വലൻറ്റ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ഈക്വൽ ടു എക്സ് എൽ ഡിവൈഡഡ് ബൈ ആർ എൽ. ഈ എൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ലോഡിനെ ഡിനോട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ടാൻ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഫാക്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു എക്സ് പി യു ഓഫ് ട്രാൻസ്ഫോമർ ഡിവൈഡഡ് ബൈ ആർ പി യു ഓഫ് ട്രാൻസ്ഫോമർ എന്ന് നമുക്ക് പറയാം. മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ. ഇനി നമ്മുടെ കണ്ടീഷൻ സീറോ വോൾട്ടേജ് റെഗുലേഷൻ. സീറോ വോൾട്ടേജ് റെഗുലേഷൻ. സീറോ വോൾട്ടേജ് റെഗുലേഷൻ വരുന്നത് ലീഡിങ് ലോഡിലാണ്. ലീഡിങ് ലോഡിലാണ് വരുന്നത്. അപ്പോൾ ലീഡിങ് ലോഡിൽ വരുന്നതിന് എന്താണ് കണ്ടീഷൻ വരുന്നത്? ടാൻ ഫൈ ഈസ് ഈക്വൽ ടു ആർ ഇക്വലൻറ്റ് ഡിവൈഡഡ് ബൈ എസ് ഇക്വലൻറ്റ് ഓഫ് ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻസ് ആണ് നിങ്ങൾ വോൾട്ടേജ് റെഗുലേഷൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും എന്ന് കരുതുന്നു. സോ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ഫോമറിൻ്റെ മോഡലിംഗ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മോഡലിങ്ങിന് ശേഷം കുറച്ച് പ്രോബ്ലംസ്, നമ്മൾ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ട്രാൻസ്ഫോമറിൽ പെർഫോം ചെയ്തിരിക്കുന്ന ടെസ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എഫിഷ്യൻസി ഇൻ ട്രാൻസ്ഫോമർ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ ഏകദേശം ടോപ്പിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസിലേക്ക് നമുക്ക് കൂടുതൽ കിടക്കാം, കൂടുതൽ ഡിസ്കഷൻസ് അതിൽ നമുക്ക് നടത്താം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നു. ഓക്കെ, താങ്ക് യു.